നമുക്ക് ആ ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ മോഷൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. എ പാസഞ്ചർ ഇൻ എ ട്രെയിൻ ഡ്രോപ്സ് എ ബാൾ ഫ്രം ദ വിൻഡോ ഓഫ് എ ട്രെയിൻ റണ്ണിങ് അറ്റ് ആൻ ആക്സലറേഷൻ എ. എ പെഡസ്ട്രിയൻ ഓൺ ദ ഗ്രൗണ്ട് ബൈ ദ സൈഡ് ഓഫ് ദ റെയിൽസ് ഒബ്സർവ് ദ ബാൾ ഫാളിംഗ് അലോങ്. ഞാൻ നേരത്തെ ഈ എക്സാമ്പിൾ ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ മോഷന് പറഞ്ഞാണ് പോയത്. അയാൾ എ ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്ന ട്രെയിനിൽ ഇരുന്നു കൊണ്ടാണ് ബാൾ ഡ്രോപ്പ് ചെയ്യുന്നത്. എങ്കിൽ പുറത്ത് നിൽക്കുന്ന ആൾക്ക് എങ്ങനെ തോന്നും എന്നാണ്. അപ്പോൾ ആ ബാൾ അല്ലെങ്കിൽ ആ ബോഡി കുറച്ച് ദൂരം ട്രെയിനിൻ്റെ കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കല്ലെടുത്ത് ഹൊറിസോണ്ടലായിട്ട് എറിയുന്ന പോലെയാണ്. യു എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ഹൊറിസോണ്ടലായിട്ട് എറിയുന്ന പോലെ തന്നെയാണ് ഇത് സംഭവിച്ചത്. വെളിയിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ all the motions are under the control of acceleration due to gravity. So it can take a parabolic path. ഇങ്ങനെ വന്നായിരിക്കും fall ചെയ്യുന്നത്. So a parabola with an acceleration g. അല്ലാതെ ഒരിക്കലും a ഇങ്ങോട്ടാണ് g ഇങ്ങോട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് റിസൾട്ടൻ്റ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ജി സ്ക്വയർ എന്നെടുത്ത് കളയാം. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഇല്ല. എ എന്ന് പറയുന്ന ആക്സലറേഷനിൽ ട്രെയിൻ മൂവ് ചെയ്യണമെന്നേ ഉള്ളൂ. കല്ല് ട്രെയിൻ വിട്ട് പോയി എന്ന് വെച്ചാൽ നമ്മുടെ വാക്ക് പോലെയാണ്. നമ്മൾ വാക്ക് പറയുന്നതിന് മുമ്പേ ആലോചിക്കണം എന്ത് വേണമെന്ന്. വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളും വാക്കും തമ്മിലൊരു ബന്ധവുമില്ല. അതേ കാര്യം തന്നെ എറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ബാക്കി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ജി ആണ്. അയാൾക്ക് ഒരു വെലോസിറ്റി കൊടുത്തിട്ടുണ്ട്. വെലോസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അത് പുറത്തോട്ട് പോകത്തുള്ളൂ. ബട്ട് പിന്നെ തീരുമാനിക്കുന്ന ജി വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. അതിൻ്റെ ഇൻഫ്ലുവൻസിൽ മാത്രമേ മൂവ് ചെയ്യുള്ളൂ. ഇപ്പം നമ്മളൊരു ബോഡിയെ അങ്ങോട്ട് കൊണ്ടുപോയി പിന്നെ തിരിച്ചു കൊണ്ടുപോയി എ ആക്സലറേഷൻ കൊടുത്തു കൊണ്ടുപോയി തിരിച്ചു വരുന്നു. അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് വേണമെങ്കിൽ എ ഇങ്ങോട്ടുണ്ട് ജി ഉണ്ട്, വേണമെങ്കിൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ജി സ്ക്വയർ. ഇതങ്ങനെയല്ല. നമ്മുടെ കൈയുമായിട്ടൊരു ബന്ധമില്ല ബോഡിക്ക്. ആ ബോഡി പുറത്തോട്ട് പോയി പോയത് ഹൊറിസോണ്ടലായിട്ടാണ്. പോയിട്ട് അത് പാരബോളിക് പാത്ത് എടുത്താണ് താഴെ വീഴുന്നത്. അടുത്ത് സെക്കൻഡ് ക്വസ്റ്റ്യൻ നല്ലതുപോലെ ഒന്ന് വായിക്കുക. An aeroplane is flying horizontally with a velocity of 720 km/h at an altitude of 490 meters. When it is just vertically above the target, a bomb is dropped from it. How far horizontally it missed the target? അപ്പോൾ ഇവിടെ ആൻസർ ഒന്ന് നോക്കണം. ആൻസർ തന്നിരിക്കുന്നത് മീറ്ററിലാണ്. വെലോസിറ്റി തന്നിരിക്കുന്നത് 720 km/h തന്നിരിക്കുന്നത്. ഇനി ആൾട്ടിറ്റ്യൂഡ് ദാറ്റ് ഈസ് കാൾഡ് ഹൈറ്റ് അതും തന്നിരിക്കുന്നത് മീറ്ററിലാണ്. അപ്പോൾ ഇത് എയറോപ്ലെയിൻ ഈസ് ഫ്ലൈയിങ് ഹൊറിസോണ്ടലി എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഗ്രൗണ്ട് എന്ന് പറയും. അവിടെ നിന്ന് ഒരു ബോഡി ഈ ഹൈറ്റിന് ഡ്രോപ്പ് ചെയ്യാണ്. ഹൈറ്റ് എന്ന് പറയുന്ന തന്നിട്ടുണ്ട് 490 മീറ്റർ. ബട്ട് എയറോപ്ലെയിൻ ഹൊറിസോണ്ടൽ ആയിട്ട് ഡ്രോപ്പ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഇവിടെ വീഴത്തില്ല. ഇനർഷ്യ ഉള്ളത് കൊണ്ട് അത് ഹൊറിസോണ്ടൽ ആയിട്ട് കുറച്ച് ദൂരം നീങ്ങും. അതേ വെലോസിറ്റി തന്നെ നീങ്ങും. എന്നിട്ട് ഇങ്ങനെ ഒരു പാരബോളിക് പാത്ത് എടുത്തായിരിക്കും വീഴുന്നത്. അപ്പോൾ യു വെലോസിറ്റിയിൽ എയറോപ്ലെയിൻ ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഈ ഹൈറ്റിന് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഇവിടെ വീഴത്തില്ല. പാരബോളിക് പാത്ത് എടുത്ത് ഈ സ്ഥലത്തായിരിക്കും വീഴുന്നത്. ടാർഗറ്റ് മിസ് ചെയ്ത ദൂരമാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഇതാണ്. ഇവിടെ വീഴേണ്ടത് ഇവിടെ വീഴുന്നതേ ഉള്ളൂ. ഇതിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ പ്യൂർലി ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ മോഷനാണ്. ഇനി റേഞ്ച് കണ്ടുപിടിക്കാൻ ഫോർമുല ഞാൻ നേരത്തെ പഠിപ്പിച്ചു. R = U × T എന്ന്. U × T root of 2h/g that is called complete time of flight എന്ന്. U തന്നിട്ടുണ്ട് 720 km/h. km/h മീറ്റർ/സെക്കൻഡിലോട്ട് മാറ്റണം. 5/18 ആണ്. സോ വി ഗെറ്റ് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നമുക്ക് U 200 ഇൻറ്റു റൂട്ട് ഓഫ് 2 ഇൻറ്റു h തന്നിട്ടുണ്ട്
490 by G 9.8. നമ്മുടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് സ്റ്റെപ്പ് എഴുതണം എന്നില്ല, തുടക്കത്തെ തന്നെ അങ്ങ് എഴുതി പോകാൻ പറ്റുന്നു. R is equal to 200 ഇൻറ്റു ഇവിടെ നോക്കുക 490 നമുക്ക് വേണമെങ്കിൽ 4.9 ഇൻറ്റു 10⁻²2 എന്ന് എഴുതാം. 4.9ഉം 9.8ഉം കൂടെ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു 2 കിട്ടും. 2ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു 10⁻² മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. 10⁻²ന്റെ റൂട്ട് എടുത്താൽ 10 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ 200 ഇൻറ്റു 10 ദാറ്റ് ഈസ് 2000 മീറ്റർ എന്ന് കിട്ടും. സോ ആൻസർ 2000 മീറ്റർ. അപ്പം നോക്കുക, മെക്കാനിക്സിൻ്റെ അകത്തൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ വളരെ ക്യുക്കായിരിക്കണം. കൺവേർഷൻ എന്ന് പറയുന്നതും അതുപോലെ നോക്കി വച്ചിരിക്കണം. നമ്മുടെ മനസ്സിൽ തന്നെ ഫോർമുല ഉണ്ടാകണം. ഹൊറിസോണ്ടൽ പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവിടെ മിസ് ചെയ്ത ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ റേഞ്ചാണ്. റേഞ്ച് കണ്ടുപിടിക്കേണ്ട ഫോർമുല U ഇൻറ്റു T ആണ്. T നേരത്തെ ഞാൻ പറഞ്ഞു തന്നു, √2h/g. നോക്കുക, ഇവിടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ് അവർ 490 മീറ്റർ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. കാരണം ഇവിടെ 9.8 ഉണ്ട്. ഇവിടെ 10 എടുത്തിട്ട് ക്യാൻസൽ ചെയ്തുകൊണ്ടിരുന്ന കളയല്ലേ. 4.9 എടുത്തിട്ട് ഇത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. സോ 200 ഇൻറ്റു √100 ആണ്. √100 എന്ന് പറഞ്ഞാൽ 10 ആണ്. അങ്ങനെ ആൻസർ 2000 മീറ്റർ എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. A plane is flying horizontally at 98 meters per second and releases an object which reaches the ground in 10 seconds. The angle made by it while hitting the ground. Angle ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. Plane is flying horizontal ആണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടാണ്. അതിനാണ് ഒരു ബോഡി റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഹൊറിസോണ്ടൽ പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് വെച്ചാൽ പാത്ത് എന്ന് പറയുന്ന പാരബോളിക് പാത്ത് ആയിരിക്കും. ഇതാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഈ ഹൈറ്റ് h തന്നിട്ടുണ്ട്, വെലോസിറ്റി u ആണ്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ഹിറ്റ് ചെയ്യുന്ന ആംഗിളാണ്. അപ്പോൾ ഈ പാത്തിൽ വെച്ചൊരു ടാൻജന്റ് വരച്ചാൽ അവിടുത്തെ നെറ്റ് വെലോസിറ്റി v കിട്ടും. ഇത് ഹൊറിസോണ്ടൽ Vx, ഇത് Vy. ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ആൽഫ എന്ന് പറയുന്ന ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. വെർട്ടിക്കൽ എങ്കിൽ വെർട്ടിക്കൽ എന്ന് പറഞ്ഞ ആംഗിൾ ബീറ്റ എന്ന് പറഞ്ഞിരിക്കും. വെറും ആംഗിൾ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലുമായിട്ടുള്ള ആംഗിളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോർമുല അറിയാം. ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു Vy/Vx. ഞാൻ നേരത്തെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. Vy എന്ന് വെച്ചാൽ GT ആണ്, Vx എന്ന് വെച്ചാൽ u ആണ്. നമുക്ക് ഇവിടം വരെ എത്തേണ്ട ടൈം തന്നിട്ടുണ്ട് 10 സെക്കൻഡ് എന്ന്. സോ G എന്ന് പറയുന്നതും 10 ആണ്, T എന്ന് പറയുന്നത് 10 ആണ്. അല്ലെങ്കിൽ G 9.8 ഇൻറ്റു 10 ബൈ U 98. 9.8 ഇൻറ്റു 10 എന്ന് വെച്ചാൽ 98. 98 by 98 is equal to 1. That is tan alpha is equal to 1. So alpha is equal to 45 degree. സോ ആൻസർ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. അപ്പോൾ വ്യക്തമായിട്ട് നോക്കിയാണ് ചെയ്യേണ്ടത്. അവിടെ ആംഗിൾ നമ്മൾ 2 ആംഗിൾ പഠിച്ചിട്ടുണ്ട്, ആൽഫയുണ്ട് ബീറ്റയുണ്ട്. ഇവിടെ ആൽഫയ്ക്കാണ് ഇമ്പോർട്ടൻസ്. ഇവിടെ ബീറ്റ പറഞ്ഞിട്ടില്ല, വെർട്ടിക്കലുമായിട്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഹൊറിസോണ്ടലുമായിട്ടുള്ള ഹിറ്റ് ചെയ്ത ആംഗിൾ നിങ്ങൾ എടുത്താൽ മതി. എങ്കിൽ ഇവിടെ ഫോർമുല ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു Vy/Vx ഇസ് ഈക്വൽ ടു GT/U. സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 45 ഡിഗ്രി എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നല്ലതുപോലെ ഒന്ന് വായിക്കുക എല്ലാവരും. A bullet fired horizontally with a velocity v from a gun located on a hill of height h reaches the ground in a time t proportional to. അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് എന്ന് പറയാം. ഈ ഹില്ലിലാണ് ഒരു ഗൺ വെച്ചിട്ടുണ്ട്. ഇതാണ് ഹിൽ. ഗൺ ഇവിടെ നിന്ന് ഫയർ ചെയ്ത വെലോസിറ്റി തന്നിട്ടുണ്ട് v. ഇറ്റ് റീച്ചസ് ദ ഗ്രൗണ്ട് ഇൻ ടൈം t പ്രൊപ്പോർഷണൽ ടു എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രൗണ്ടിൽ റീച്ച് ചെയ്യുന്ന ടൈം t പ്രൊപ്പോർഷണൽ ടു എങ്ങനെയാണെന്നാണ്. സോ ഈ ഹൈറ്റാണ് h എന്ന് പറയുന്നത്. ഹൈറ്റും
ടൈമുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ യു എക്സ് ഈസ് ഈക്വൽ ടു വി ആണ്, യു വൈ ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ എസ് ഒ ഈസ് ഈക്വൽ ടു യു വൈ ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന്. ഇതിൽ യു ഐ 0 ആണ്, സോ എസ് ഒ ആണ് ഹെച്ച് എന്ന് പറയുന്നത്. ഹെച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ. സോ വി ക്യാൻ റൈറ്റ് ഹാഫും ജിയും കോൺസ്റ്റന്റ് ആണ്, സോ ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഹെച്ച് എന്ന്. അപ്പൊ ടൈമും ഹൈറ്റും തമ്മിൽ നമുക്ക് നോക്കിയാൽ കിട്ടുന്നത് ടി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഹെച്ച് ആണ്. ഹെച്ച് ടൈമും തമ്മിലാണ് കണക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഹെച്ച് ഈസ് അലോങ് ദ വൈ ആക്സ് ആണ്. വൈ ആക്സിൽ ഇനിഷ്യൽ വെലോസിറ്റി ഇല്ല, എക്സ് ആക്സിൽ മാത്രമേ ഇനിഷ്യൽ വെലോസിറ്റി ഉള്ളൂ. കാരണം ഫ്ലൈയിങ് ഹൊറിസോണ്ടലി ആണ് എയറോപ്ലെയിൻ. അങ്ങനെയാണെങ്കിൽ അത് ഹൊറിസോണ്ടൽ വെലോസിറ്റി ആണ്. അവിടുത്തെ വെർട്ടിക്കൽ വെലോസിറ്റി അലോങ് ദ വൈ ആക്സിസ് എന്ന് പറയുന്ന 0. സോ ടി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഹെച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. Two paper screen A and B are separated by a distance of 100 meter. അപ്പോൾ ഇവിടെ രണ്ട് പേപ്പർ സ്ക്രീൻ തന്നിട്ടുണ്ട്. ഇതൊരു പേപ്പർ സ്ക്രീൻ, ഇതൊരു പേപ്പർ സ്ക്രീൻ. ഇത് എ, ഇത് ബി. ഇവരുടെ ഡിസ്റ്റൻസ് ഉണ്ട് 100 മീറ്റർ. എ ബുള്ളറ്റ് പേഴ്സ് എ ആൻഡ് ദെൻ ബി. എ കൂടിയാണ് ഒരു ബുള്ളറ്റ് വരുന്നത്. The hole in B is 10 centimeter below the hole in A. എയുടെ ഹോൾ ഇവിടെയാണ്, ബിയുടെ ഹോൾ അതിൽ നിന്ന് 10 സെന്റിമീറ്റർ താഴെ എന്ന് വെച്ചാൽ മോളിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഡിസ്റ്റൻസ് 10 സെന്റിമീറ്റർ. അപ്പോൾ ഇവിടെ നിന്ന് ബുള്ളറ്റ് വന്ന് ഇങ്ങനെ വന്ന ബുള്ളറ്റ് നേരെ ഒരു പാരബോളിക് പാത്ത് എടുത്ത് ഇതിലേ കൂടെയാണ് പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ ഇത് 10 എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ ഹൈറ്റ് എന്ന് പറയുന്നതുണ്ട്, ഹെച്ച് ഈസ് ഈക്വൽ ടു 10. ദെൻ ദ വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് അറ്റ് എ. ഇവിടുത്തെ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കണം എല്ലാവരും. അതിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്. രണ്ട് പേപ്പർ സ്ക്രീനുണ്ട്. ഒന്നാമത്തെ പേപ്പർ സ്ക്രീനിൽ നിന്ന് ഒരു ബുള്ളറ്റ് കടന്നു വരികയാണ്. ഹൊറിസോണ്ടലായിട്ട് യു വെലോസിറ്റി കൂടെ വന്ന് പാരബോളിക് പാത്ത് എടുത്ത് രണ്ടാമത്തെ പേപ്പർ സ്ക്രീനിൽ കൂടെ പുറത്തിറങ്ങി പോവുകയാണ്. ബി കൂടെ കടന്നു പോയത് 10 സെന്റിമീറ്റർ ബിലോ പോയിന്റ് കൂടെയാണ്. എയിൽ നിന്നും ആ ബുള്ളറ്റ് കടന്നതിൽ നിന്നും 10 സെന്റിമീറ്റർ താഴെ. എനിക്ക് യു ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഡിസ്റ്റൻസ് ആണ് റേഞ്ച് എന്ന് പറയുന്നത്, അതാണ് ആർ എന്ന് പറയുന്നത്. സോ നമുക്ക് ഫോർമുല അറിയാം. ആർ ഈസ് ഈക്വൽ ടു യു ഇൻറ്റു ടി എന്നാണ്. അതിന് നമുക്ക് യു ആർ തന്നിട്ടുണ്ട്, ഹെച്ച് ഉണ്ട്. അപ്പോൾ ടിക്ക് പകരം നമ്മൾ ഇങ്ങനെ ഒരു ഫോർമുലയാണ് പഠിച്ചത്, √2h/g. എങ്കിൽ യു ആണ് കണ്ടുപിടിക്കേണ്ടത്. യു എന്ന് പറയുമ്പോൾ ആർ ബൈ √2h/g. ആർ തന്നിട്ടുണ്ട് 100 ബൈ √2h/g. ഹെച്ചും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ എന്ന്. അങ്ങനെയാണെങ്കിൽ √2 ഇൻറ്റു ഹെച്ച് 10 ഇൻറ്റു ആൻസർ എല്ലാം മീറ്റർ പെർ സെക്കൻഡിലാണ്. കൺവെർട്ട് ചെയ്താൽ 10 ഇൻറ്റു 10⁻⁻² ഡിവൈഡഡ് ബൈ ജിയുടെ വാല്യൂ 10 ആണ്. സോ നമുക്ക് ഈ 10 ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 10 ക്യാൻസൽ ചെയ്താൽ ഇവിടെ 2 ഇൻറ്റു 10⁻⁻², ദാറ്റ് ഈസ് 2 ഇൻറ്റു 10⁻⁻1. സോ ഇവിടെ ഒരു 2 ഇൻറ്റു 10⁻⁻1 -1 മുകളിൽ വരുമ്പോൾ +1, അതായാൽ 1000 ആണ്. ഇവിടെ 12 √2 ആണ്, √2 ആണ്, ഒരു 2 ഉള്ളൂ. അപ്പോൾ √2 ആണ്. √2 ഇൻറ്റു 10⁻⁻1, ദാറ്റ് ഈസ് 1000 ഡിവൈഡഡ് ബൈ √2, ദാറ്റ് ഈസ് 1.414, ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 700 ആയിരിക്കും. 1000 ഡിവൈഡഡ് ബൈ 1.414 അപ്രോക്സിമേറ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ 700 ആണ്. ആൻസർ 100 ഉണ്ട്, 200 ഉണ്ട്, 600 ഉണ്ട്, 700 ഉണ്ട്. അപ്പോൾ നിയറസ്റ്റ് 700 ആയിരിക്കും കിട്ടുന്നത്. നോക്കുക, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. യു ആണ് കണ്ടുപിടിക്കേണ്ടത്. ആർ തന്നിട്ടുണ്ട്, ഹെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു യു ഇൻറ്റു √2h/g ആണ്. √2h/g എടുക്കുമ്പോൾ 2 ഇൻറ്റു 10 ഇൻറ്റു 10⁻⁻² ബൈ 10, ദാറ്റ് ഈസ് √2 ഇൻറ്റു 10⁻⁻²,
-1. റൂട്ട് 2ൻ്റെ വാല്യൂ 1.414 ആണ്. സിംപ്ലിഫൈ ചെയ്താൽ 700 കിട്ടും. എപ്പോഴും പ്രൊജക്റ്റൈൽ മോഷൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ഫിഗർ വരച്ച് തന്നെ നോക്കണം, എങ്കിലേ നമുക്ക് എളുപ്പത്തിൽ അത് മനസ്സിലാകത്തുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An aeroplane is flying horizontally with a velocity of 600 km/h and at a target 1960 meter. When it is vertically above that point A on the ground, a bomb is released from it. The bomb strikes the ground at the point B, distance AB. നമ്മൾ ഇതേ ടൈപ്പ് ഒരു പ്രോബ്ലമാണ് നേരത്തെ ചെയ്തത്. നേരത്തെ 720 km/h ആയിരുന്നു, ഇപ്പോൾ 600 km/h. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിമാണ്. തന്നിരിക്കുന്ന വെലോസിറ്റി km/h. ആൻസറിൻ്റെ അകത്ത് കിലോമീറ്ററിലുണ്ട്, മീറ്ററിലുണ്ട്. അപ്പം നല്ലതുപോലെ നോക്കിയേ ചെയ്യാവും. സോ എയറോപ്ലെയിൻ ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഫ്ലൈ ചെയ്ത്, ഇവിടെ വെച്ചാണ് ഒരു ബോഡി ഡ്രോപ്പ് ചെയ്തത്. ഇതാണ് എ എന്ന് പറയുന്നത്. ബോഡി എയറോപ്ലെയിൻ്റെ കൂടെ കുറച്ച് ദൂരം ഹൊറിസോണ്ടൽ ആയിട്ട് പോവും, അതേ വെലോസിറ്റി യുവിൽ. പിന്നെ പാരബോളിക് പാത്ത് എടുത്ത് ഫാൾ ചെയ്യും. ഈ പോയിന്റ് ആണ് ബി എന്ന് വെച്ചാൽ എനിക്ക് എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഹൈറ്റ് തന്നിട്ടുണ്ട് 1960 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ വെലോസിറ്റി തന്നിട്ടുണ്ട്. റേഞ്ച് ആണ് കണ്ടുപിടിക്കാൻ. റേഞ്ച് R = U × T എന്നാണ്. ടിക്ക് പകരം √2h/g. യു തന്നിട്ടുണ്ട് 600 km/h. ദാറ്റ് ഈസ് 600 × 5/80. നമുക്ക് ആദ്യം എല്ലാം മീറ്ററിലോട്ട് മാറ്റാം. ആൻസർ മീറ്ററിലുണ്ട്, കിലോമീറ്ററുണ്ട്. മീറ്ററിൽ നോക്കാം, മീറ്ററിൽ വന്നില്ലെങ്കിൽ നേരെ കിലോമീറ്ററിലോട്ട് മാറ്റാം. അപ്പോൾ 600 × 5/80. ഇനി √2h/g. ദാറ്റ് ഈസ് √2 × 1960. 1960 വേണമെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം, 19.6 × 10⁻². 1960 ഡിവൈഡഡ് ബൈ ജി 9.8. അങ്ങനെയാണെങ്കിൽ 9.8ഉം 19.6ഉമായിട്ട് ക്യാൻസൽ ചെയ്താൽ 2 കിട്ടും. 2 ഉള്ളത് കൊണ്ട് ഒരു 2 പുറത്തെടുക്കാം. 10⁻²ന് പുറത്തെടുത്താൽ 10 എന്നായിരിക്കും കിട്ടുന്നത്. ഇനി ഇവിടെ ഒരു 10⁻² ഉണ്ട്, ഇവിടെ ഒരു 10 ഉണ്ട്. അപ്പം 10⁻³ എന്നുണ്ട്. ബാക്കിയുള്ളത് 6 ആണ്. അപ്പോൾ 6ഉം 18ഉമായിട്ട് ക്യാൻസൽ ചെയ്യാം. 6ഉം 18ഉമായിട്ട് ക്യാൻസൽ ചെയ്താൽ 3 എന്നുണ്ട്. 5 × 2 10. അപ്പം 10/3 × 10⁻³ 10/3 എന്ന് വെച്ചാൽ 3.3 ഇൻറ്റു 10⁻³ 10⁻³ എന്ന് വെച്ചാൽ ഒരു കിലോമീറ്ററിനെ കാണിക്കുന്ന. അപ്പം 3.3 കിലോമീറ്റർ എന്ന് എഴുതാം. അല്ലെങ്കിൽ 3.3 × 10⁻³ മീറ്റർ എന്നും പറയാം. 3.3 × 10⁻³ മീറ്റർ, അതിനെ തന്നെയാണ് നമ്മൾ 3.3 കിലോമീറ്റർ എന്ന് പറയും. സോ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ നേരത്തെ ചെയ്ത്. നിങ്ങൾ ഇവിടെ നോക്കുമ്പം ആൻസർ മീറ്ററിലാക്കി ചെയ്യണം. എന്നിട്ട് മീറ്ററിൽ അല്ലെങ്കിൽ നേരിട്ട് കിലോമീറ്ററിലോട്ട് വരാൻ നോക്കിയാൽ മതി. പവർ മാത്രം വെച്ച് നോക്കി ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. An aeroplane is moving horizontally. So it is a horizontal projectile motion ആണ്. At a height തന്നിട്ടുണ്ട് 2000 centimeter. 2000 centimeter. From the ground, a small object is detached from it and it strikes the ground. Calculate the angle from vertical with which it strikes the ground ആണ്. ഇപ്പം വെർട്ടിക്കൽ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടൽ എടുത്താൽ മതിയായിരുന്നു. ഇതാണ് വെലോസിറ്റി v സ്ട്രൈക്ക് ചെയ്ത്. ഇത് x ആക്സ് ആണ്, ഇത് y ആക്സ് ആണ്. ഇവിടെ vx എന്നെടുക്കാം, ഇത് vy എന്നെടുക്കാം. ഈ ആംഗിളിനെയാണ് നമ്മൾ ബീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ബീറ്റയാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. സോ വി ക്യാൻ റൈറ്റ് വെർട്ടിക്കലുമായിട്ടുള്ള ആംഗിളിൻ്റെ ഫോർമുല ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. tan ബീറ്റ ഈസ് ഈക്വൽ ടു vx/vy. vx എന്ന് വെച്ചാൽ u തന്നെ, മാറ്റമില്ല. vy എന്ന് വെച്ചാൽ gt ആണ്, g × vy ഈസ് ഈക്വൽ ടു gt ആണ്. ഫുൾ ടൈം ആണ്, കംപ്ലീറ്റ് എത്തുന്ന സമയത്താണ്. അപ്പോൾ g × ക്യാപിറ്റൽ T. ടിക്ക് പകരം √2h/g. ആ ജി റൂട്ടിൻ്റെ അകത്ത് പോയാൽ ഒരു ജി ക്യാൻസൽ ചെയ്ത് g² ആവും. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കിട്ടുന്നത് √2hg എന്നാണ്.
അപ്പോൾ ഇവിടെ കിട്ടുന്നത് റൂട്ട് ഓഫ് 2hg ആണ്. യുവിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എത്രയാണെന്ന് വെച്ചാൽ 10 എന്ന് തന്നിട്ടുണ്ട്. സോ ടാൻ ബീറ്റ ഇസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2 ഇൻറ്റു h എന്ന് വെച്ചാൽ 2000 സെൻറ്റിമീറ്റർ ആണ്, എന്ന് വെച്ചാൽ 20 മീറ്റർ, 20 ഇൻറ്റു g 10 ആണ്. സോ ഇവിടെ ഒരു 10 ഉണ്ട്, ഇവിടെ ഒരു 10 ഉണ്ട്, 100 ആണ്, അതിന് പുറത്തെടുക്കാം, ഒരു 10 എടുക്കാം. സോ 10 ഡിവൈഡഡ് ബൈ 2 ഉണ്ട്, അപ്പോൾ ഒരു 2 എടുക്കാം, ഇൻറ്റു 10, 10 ക്യാൻസൽ ചെയ്താൽ 1/2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എ ടാൻ ബീറ്റ ഇസ് ഈക്വൽ ടു 1/2, എങ്കിൽ ബീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1/2. സോ ആൻസർ ഈസ് ബീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1/2. ആദ്യത്തെ ചോയ്സ് ആണ് ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, വെർട്ടിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് വെർട്ടിക്കൽ എടുത്തത്. ഇല്ലെങ്കിൽ നമുക്ക് ഈ ആംഗിൾ അങ്ങ് എടുത്താൽ മതിയായിരുന്നു, ആൽഫ. വെറും ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സ്ട്രൈക്കിംഗ് ആംഗിൾ എന്ന് വെച്ചാൽ ഹൊറിസോണ്ടലുമായിട്ട് ആംഗിൾ, വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ മാത്രമേ ഈ ആംഗിൾ എടുക്കാൻ പാടുള്ളൂ. നല്ലതുപോലെ എഴുതിയെടുക്കാം, എന്നിട്ട് ഒരിക്കൽ കൂടെ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. ഇവിടെ ഒരു പ്രൊജക്ഷൻ ഉണ്ട്, ഇവിടെ ഒരു പ്രൊജക്ഷൻ. A motorcyclist trying to jump across a path as shown by driving horizontally off a cliff at a speed 5 meters per second. Ignore the air resistance and take g10, the speed with which it touches the peak B. ഇവിടെ എത്തുമ്പോൾ ഉള്ള സ്പീഡാണ് കണ്ടുപിടിക്കാൻ. ഇതാണ് B, ഇത് A. ഈ ഹൈറ്റ് തന്നിട്ടുണ്ട് 70 മീറ്റർ, ഈ ഹൈറ്റ് തന്നിട്ടുണ്ട് 60 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ടച്ച് ചെയ്യുന്ന ഈ ഹൈറ്റ് തന്നിട്ടുണ്ട് 10 മീറ്റർ. ഇവിടെ നിന്നാണ് അയാൾ ബൈക്കും കൊണ്ട് ചാടിയത്, ഇങ്ങനെയാണ് ചാടിയത്. ഇങ്ങനെ ചാടുമ്പം ഹൊറിസോണ്ടലായിട്ടാണ് അയാൾ ചാടുന്നത്. അയാൾ അങ്ങനെ പോകാൻ പറ്റില്ല, കാര്യം ചാടിക്കഴിഞ്ഞാൽ പിന്നെ ഒള്ളി അണ്ടർ ദ മോഷൻ ഓഫ് ഗ്രാവിറ്റിയാണ്. ഗ്രാവിറ്റി തീരുമാനിക്കും അയാൾ എങ്ങനെ പോകണം എന്ന്. കാര്യം അയാൾക്കും പിന്നെ ഈ ഗ്രൗണ്ടുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ ഹൊറിസോണ്ടലായിട്ട് ചാടിക്കഴിഞ്ഞാൽ ജി അതിനെ താഴ്ത്തി ഈ പാരബോളിക് പാത്താക്കും. അപ്പോൾ ഇങ്ങനെയാണ് അയാൾ വന്ന് വീഴുന്നത്. അപ്പോൾ ഇവിടെ അയാൾക്ക് എക്സ് ആക്സിൽ ഒരു വെലോസിറ്റി ഉണ്ട് Vx, അയാൾക്ക് വൈ ആക്സിൽ ഒരു വെലോസിറ്റി ഉണ്ട് Vy. അയാളുടെ നെറ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് V ആണ്. ആ പാരബോളിക് പാത്തിൽ വെച്ച് ടാൻജന്റ് വരച്ചാൽ അയാളുടെ നെറ്റ് വെലോസിറ്റി കിട്ടും. Vx ഈസ് അലോങ് ദ എക്സ് ആക്സിസ്, Vy ഈസ് അലോങ് ദ വൈ ആക്സിസ്. സോ നെറ്റ് വെലോസിറ്റി V ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് Vx ദ ഹോൾ സ്ക്വയർ പ്ലസ് Vy ദ ഹോൾ സ്ക്വയർ. Vx എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ, ഇവിടുത്തെ വെലോസിറ്റി തന്നെയാണ്. ദാറ്റ് മീൻസ് Vx ഈസ് ഈക്വൽ ടു 5, മാറ്റമില്ല. ഈ ഹൊറിസോണ്ടൽ വെലോസിറ്റി തന്നെയാണ്, ഹൊറിസോണ്ടൽ വെലോസിറ്റി റിമൈൻസ് കോൺസ്റ്റന്റ്. അടുത്തിനി അറിയേണ്ടത് Vy കണ്ടുപിടിക്കേണ്ട ഫോർമുല നമുക്കറിയാം, GT ആണ്. ടിക്ക് വര റൂട്ട് ഓഫ് 2h/g കൊടുത്താൽ ബാക്കിയുള്ളത് റൂട്ട് ഓഫ് 2gh എന്ന്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു g 10, h എന്ന് പറയുന്നത് 10. സോ റൂട്ട് ഓഫ് 200 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റൂട്ട് ഓഫ് Vx സ്ക്വയർ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് Vy സ്ക്വയർ. Vy എന്ന് പറഞ്ഞാൽ റൂട്ട് 200, Vy സ്ക്വയർ എന്ന് വെച്ചാൽ 200. സോ റൂട്ട് 225 ദാറ്റ് ഈസ് 15 എന്നായിരിക്കും കിട്ടും. സോ ആൻസർ ഡി ആണ്, 15 ആണ്. നല്ലതുപോലെ ഒന്ന് നോക്കുക. അയാൾ ഹൊറിസോണ്ടലായിട്ടാണ് ജമ്പ് ചെയ്തത്. ആ ഹൊറിസോണ്ടലായിട്ട് ചാടുന്ന അയാൾ ഇവിടെ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അയാളുടെ നെറ്റ് വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഹൊറിസോണ്ടലോ വെർട്ടിക്കലോ അല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നെറ്റ് വെലോസിറ്റിയാണ്. നെറ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ V ആണ്. എങ്കിൽ V കണ്ടുപിടിക്കേണ്ട ഫോർമുല അയാൾക്ക് എക്സിലും വാല്യൂ ഉണ്ട്, വൈയിലും ഉണ്ട്. റൂട്ട് ഓഫ് Vx ദ ഹോൾ സ്ക്വയർ പ്ലസ് Vy ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 5 സ്ക്വയർ പ്ലസ് Vy കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് GT ആണ്. ടിക്ക് വരാം റൂട്ട് ഓഫ് 2h/g, g അകത്തോട്ട് വരാം, സിംപ്ലിഫൈ ചെയ്ത റൂട്ട് 200, ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പം 15 എന്നായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
അടുത്ത ക്വസ്റ്റ്യൻ. എ പ്രൊജക്ടൈൽ ഈസ് ത്രോൺ ഹൊറിസോണ്ടലി വിത്ത് എ സ്പീഡ് ഓഫ് 20 meter per second. Then the speed of the projectile after 5 seconds will be nearly എത്രയാണ്? 5 സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ആകണം എന്നില്ല, എൻ്റെ ഇടയ്ക്കുള്ള ഇൻസ്റ്റൻറ്റേനിയസ് ആയിരിക്കും. യു വെലോസിറ്റിയിലാണ് ഇങ്ങനെ വന്ന് ഫാൾ ചെയ്ത് ഇവിടെ എത്താൻ കംപ്ലീറ്റ് ചെയ്യും. എനിക്ക് 5 സെക്കൻഡ്, ദാറ്റ് മീൻസ് ഇൻസ്റ്റൻറ്റേനിയസ് ആണ്. അപ്പോൾ ഇവിടെ Vx ആണ്, ഇവിടെ Vy ആണ്. ഇതാണ് ടാൻജൻറ്റ് വരച്ച നെറ്റ് വെലോസിറ്റി V. എനിക്ക് അവിടുത്തെ 5 സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ള സ്പീഡ് നെറ്റ് സ്പീഡാണ്. അപ്പോൾ എക്സിലുണ്ട് വൈയിലുണ്ട്. അപ്പോൾ V is equal to root of Vx the whole square plus Vy the whole square. Vx ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. Vx is equal to 20 എന്ന്. ഇത് തന്നെയാണ് U എന്ന് പറയുന്നത് തന്നെയാണ് Vx. ഹൊറിസോണ്ടൽ വെലോസിറ്റി മാറത്തില്ല, കാരണം ആക്സലറേഷൻ 0 ആണ് ഹൊറിസോണ്ടലി. വെർട്ടിക്കൽ മാത്രമേ ആക്സലറേഷൻ ഉണ്ടായിരിക്കുള്ളൂ. Vy എന്ന് വെച്ചാൽ GT ആണ്. G എന്ന് പറയുന്നത് 10 ആണ്, T എന്ന് പറയുന്നത് 5 സെക്കൻഡ് ആണ്. അപ്പോൾ 50 ആണ്. സോ ഇവിടെ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്താൽ Vx ദ ഹോൾ സ്ക്വയർ, Vx 20 ആണ്, 20 ദ ഹോൾ സ്ക്വയർ പ്ലസ് Vy 50 ദ ഹോൾ സ്ക്വയർ. സ്ക്വയർ ചെയ്യുക, റൂട്ട് എടുക്കുക. സോ ആൻസർ നിയറസ്റ്റ് ടു 54 എന്നായിരിക്കും കിട്ടുന്നത്. അപ്പോൾ റൂട്ട് ഓഫ് 20 സ്ക്വയർ 400, അതുപോലെ 50 സ്ക്വയർ എടുക്കാൻ അറിയാം. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 54 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത് ഇൻസ്റ്റൻറ്റേനിയസ് ടൈം ടിയിലുള്ള വെലോസിറ്റിയാണ്. അപ്പോൾ ആയാലും Vx ഉണ്ട്, Vy ഉണ്ട്. റിസൾട്ടൻ്റ് എടുക്കുമ്പം റൂട്ട് ഓഫ് Vx ദ ഹോൾ സ്ക്വയർ പ്ലസ് Vy ദ ഹോൾ സ്ക്വയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വായിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എ മാൻ സ്റ്റാൻഡിങ് ഓൺ ദ റൂഫ് ഓഫ് എ ഹൗസ് of height h throws one particle vertically downwards and another particle horizontally with the same velocity u. The ratio of the velocity when they reach the earth surface. അപ്പോൾ എ മാൻ സ്റ്റാൻഡിങ് ഓൺ ദ റൂഫാണ്, റൂഫിലാണ് നിൽക്കുന്നത്. നിന്നുകൊണ്ട് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വെലോസിറ്റിയിൽ ബോഡിയെ താഴോട്ടെറിയാൻ. എറിഞ്ഞ വെലോസിറ്റി u, ഈ ഹൈറ്റ് h എന്നെടുക്കാം. സോ ഇറ്റ് ഈസ് പ്യുവർലി എ 1-dimensional മോഷൻ. ഇനിഷ്യൽ വെലോസിറ്റി u, എടുത്ത ഹൈറ്റ് h ആണ് എങ്കിൽ അയാൾ ഇവിടെ ഗ്രൗണ്ടിൽ വരുമ്പോൾ ഫൈനൽ വെലോസിറ്റി v1 സ്ക്വയർ ഈസ് ഈക്വൽ ടു v സ്ക്വയർ ഈസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as ആണ്. എസിൻ്റെ സ്ഥലത്ത് ഇവിടെ h ആണ്, എയുടെ സ്ഥലത്ത് g ആണ്. സോ വി ക്യാൻ റൈറ്റ് v1 സ്ക്വയർ ഈസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2gh എന്നെടുക്കാം. u സ്ക്വയർ പ്ലസ് 2gh എന്ന് വെച്ചാൽ ഇതാണ് v സ്ക്വയർ ഈസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as ആണ്. ദാറ്റ് ഈസ് v1 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് u സ്ക്വയർ പ്ലസ് 2gh. ഇതാണ് നേരെ എറിയുമ്പോൾ. ഇനി അടുത്ത് ഹൊറിസോണ്ടൽ ആയിട്ട് എറിയാണ്, ഇങ്ങനെ എറിയാണ് വിത്ത് അതേ വെലോസിറ്റി u തന്നെ. ഹൊറിസോണ്ടൽ ആയിട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ താഴെ വീഴുമ്പം അതൊരു പ്രൊജക്റ്റൈൽ മോഷനായിട്ടാണ്, പ്രൊജക്റ്റൈൽ മോഷനായിട്ടാണ് വീഴുന്നത്. ഈ സമയത്ത് ഇവിടെ വരുമ്പോൾ ഉള്ള വെലോസിറ്റി, അയാൾക്ക് എക്സിൽ വെലോസിറ്റി ഉണ്ട് Vx, വൈയിൽ വെലോസിറ്റി ഉണ്ട് Vy, അയാളുടെ റിസൾട്ടൻ്റ് വെലോസിറ്റി V2 എന്നെടുക്കും. അങ്ങനെയാണെങ്കിൽ V2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് Vx ദ ഹോൾ സ്ക്വയർ പ്ലസ് Vy ദ ഹോൾ സ്ക്വയർ. Vxൽ മാറ്റമില്ല, Vx ഹൊറിസോണ്ടൽ വെലോസിറ്റിയാണ്. സോ Vx ഈസ് ഈക്വൽ ടു u തന്നെ. Vy കണ്ടുപിടിക്കേണ്ട ഫോർമുല GT ആണ്. ദാറ്റ് ഈസ് G ഇൻറ്റു റൂട്ട് ഓഫ് 2h ബൈ G ആണ്. റൂട്ട് ഓഫ് 2h ബൈ G. ഈ G റൂട്ടിൻ്റെ അകത്ത് വരുമ്പോൾ G സ്ക്വയർ ആയി ഒരു G ക്യാൻസൽ ചെയ്താൽ ബാക്കി കിട്ടുന്നത് റൂട്ട് ഓഫ് 2hg ആണ്. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ root of Vx the whole square, that is u the whole square plus Vy. Vyന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, Vyയുടെ വാല്യൂ അതിനെ സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്നത് റൂട്ട് ഓഫ് 2gh ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 2gh the whole square എന്ന് വെച്ചാൽ 2gh.
അപ്പോൾ V1-ൻ്റെ വാല്യൂ V2-ൻ്റെ വാല്യൂം സെയിം ആണ്. എന്ന് വെച്ചാൽ ഞാനൊരു ഹൈറ്റിൽ നിന്നുകൊണ്ട് ഒരു വെലോസിറ്റിയിൽ ബോഡിയെ താഴോട്ട് 1 ഡയമെൻഷനലായിട്ട് എറിഞ്ഞു, അതുപോലെ തന്നെ ബോഡിയെ ഹൊറിസോണ്ടലായിട്ട് എറിഞ്ഞു. രണ്ടുപേരും ഗ്രൗണ്ടിലെത്തുമ്പം രണ്ടുപേർക്കും ഒരേ വെലോസിറ്റി തന്നെയാണ്. ഒരേ വെലോസിറ്റിയിൽ താഴോട്ട് എറിഞ്ഞ വെലോസിറ്റിയും ഹൊറിസോണ്ടലായിട്ട് എറിഞ്ഞ വെലോസിറ്റിയും സെയിം ആണെങ്കിൽ നമുക്ക് ഇവിടെ എത്തുമ്പോൾ രണ്ടുപേരുടെയും ഫൈനൽ വെലോസിറ്റികൾ സെയിം ആണ്. V1 is equal to root of u square plus 2gh. ഇവിടെ V2 is equal to root of u square plus 2gh. അങ്ങനെയാണെങ്കിൽ അവരുടെ റേഷ്യോ എടുത്താൽ 1:1 ആയിരിക്കും കിട്ടുന്നത്. V1 is to V2 is equal to 1:1. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യനും ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ മോഷനും ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതിലെ പല ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങളെല്ലാം ഒരിക്കൽ കൂടെ ഇതിനെടുത്ത് ചെയ്യണം. ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കുക, ഫിഗർ വരയ്ക്കേണ്ടിടത്ത് വരച്ച് നോക്കണം. പിന്നെ ഫോർമുല നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരിക്കണം. ഞാൻ ഈ ഫോർമുല ഇങ്ങനെയൊക്കെ എഴുതി തന്നെ ഉള്ളൂ. നമ്മുടെ മനസ്സിൽ ഇപ്പം Vy is equal to GT എന്ന് വെച്ചാൽ G into root of 2h/g എന്ന് ഓർമ്മ വേണ്ട, root of 2gh എന്ന് മതി. അങ്ങനെ തന്നെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇനി പ്രോബ്ലം ചോദിക്കാം. ഇവിടെ നിന്ന് 10 മീറ്റർ/സെക്കൻഡ് നേരെ എറിഞ്ഞു, 10 മീറ്റർ/സെക്കൻഡ് ഹൊറിസോണ്ടൽ ഇറങ്ങി, ഗ്രൗണ്ടിൽ വന്നെത്തുമ്പോൾ രണ്ടുപേരുടെയും ഫൈനൽ വെലോസിറ്റിയുടെ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ രണ്ടിൻ്റെയും സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് 1:1 തന്നെയാണ്. ഇതാണ് ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ മോഷനിലുള്ള കാര്യം.